നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്താൻ താല്പര്യമുണ്ടോ? ഇതിൽ 50% സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് സംരംഭവുമായി ബന്ധപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? അത്തരം അറിവുകളാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പദ്ധതിയുടെ പേരാണ് ശരണ്യ എന്നത്. അതായത് നിങ്ങളുടെ വരുമാനം 2 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. നിങ്ങളുടെ പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങൾ ഒരു സ്ത്രീ ആയിരിക്കണം. നിങ്ങൾ ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ എമൗണ്ട് കിട്ടാനുള്ള മാർഗമാണ്. അതായത് 50% സബ്സിഡിയും 50,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു സംരംഭം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ സർക്കാർ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകൾക്കാണ് നൽകുന്നത്. ആ കാറ്റഗറിയിലാണോ നിങ്ങൾ എന്നാണ് അത് അറിയേണ്ടത്. അവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 30 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് രോഗിയായിട്ട് കിടപ്പിലാണ്, അങ്ങനെയുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ വിധവകൾ, അതായത് ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകൾ, ഇവർക്കാണ് ശരണ്യ പദ്ധതിയിലൂടെ തന്നെ 50,000 രൂപ ലോണായിട്ട് ലഭിക്കുന്നത്. ഇങ്ങനെ 50,000 രൂപ ലോണായിട്ട് ലഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എംപ്ലോയ്മെന്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അവർക്ക് മാത്രമാണ് ഇതിലൂടെ, ഈ സ്കീമിലൂടെ, ശരണ്യ എന്ന പദ്ധതിയിലൂടെ ലോണായി ലഭിക്കുന്നത്. അവർക്ക് ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ലോണാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ലഭിക്കുന്നത്. അതും 50% സബ്സിഡി. അതായത് നിങ്ങൾ 25,000 രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയാണ് വരുന്നത്? നിങ്ങൾ വിധവയാണോ, അല്ലെങ്കിൽ കിടപ്പിലായ രോഗിയാണോ, അവരുടെ ഭാര്യയാണോ നിങ്ങൾ? ഇങ്ങനെയുള്ള ഏത് കാറ്റഗറിയാണ് നിങ്ങൾ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. എക്സാമ്പിൾ, നിങ്ങൾ കിടപ്പിലായ രോഗിയുടെ ഭാര്യയാണ് നിങ്ങളെങ്കിൽ ഗവൺമെന്റ് ഡോക്ടറുടെ ഒരു സത്യവാങ്മൂലം. ഇനി അതല്ല, നിങ്ങളൊരു വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ. 30 വയസ്സിന് മുകളിലായിട്ടും നിങ്ങൾ ഇതേവരെ വിവാഹിതരായിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ. അതല്ല, 7 വർഷത്തിലധികമായി ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ. ഇതും അതോടൊപ്പം തന്നെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട്. അതേപോലെ നിങ്ങളുടെ വരുമാനം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരാൻ പാടില്ല. അപ്പോൾ ഇത്തരം ഡോക്യുമെന്റുകളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശരണി എന്ന് പറയുന്ന സ്കീമിലൂടെ 50,000 രൂപ ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സംരംഭമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 50,000 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ സബ്സിഡി ആയിട്ട് 50%, അതായത് 25,000 രൂപ ലഭിക്കുന്നതാണ്. പിന്നീട് വരുന്ന 25,000 രൂപ നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അടയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സ്കീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ ശരണ്യ പദ്ധതി ആക്റ്റീവ് ആവുന്നത് ആ സമയത്ത് വേണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.